ഹലോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് എത്തിയിരിക്കുകയാണ്. ഞാൻ ഇന്നലെ കുറച്ച് എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ഇന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ബേസിക്കലി നമ്മുടെ ഒരു ബട്ടർഫ്ലൈ സ്ട്രാറ്റജിയുമായിട്ട് റിലേറ്റ് ചെയ്തൊരു കാര്യമാണ്. ബട്ടർഫ്ലൈ മാത്രമല്ല, ഇത് റിലേറ്റ് ചെയ്ത് പല പല സ്ട്രാറ്റജീസ് നമുക്ക് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. ബട്ടർഫ്ലൈയുടെ കോൺസെപ്റ്റ് അല്ല. ബട്ടർഫ്ലൈ അതായത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും യൂഷ്വലി 920 സ്ട്രാഡിലിനെ പറ്റി, അല്ലേ? അപ്പോൾ ഈ 920 സ്ട്രാഡിൽ പല സമയത്ത് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ, റീസെൻ്റ്ലി എന്നല്ല, ഒരു 6 months, ഒരു 1 year ഒരു ടൈമിലെല്ലാം 920 ഈ സ്ട്രാഡിൽ ചെയ്യുമ്പോൾ അതിൻ്റെ എഫിഷ്യൻസി വളരെ കുറവാണ്, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് വളരെ കുറവാണ്. അപ്പോൾ ഞാനും പണ്ട് ഈ 920 സ്ട്രാഡിൽസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് മാർക്കറ്റ് അതിൻ്റെ ഒരു ബിഹേവിയർ ചേഞ്ച് ആവുന്ന സമയമായപ്പോൾ ഞാനും പതുക്കെ ആ 920 സ്ട്രാഡിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ് ചെയ്തത്. പക്ഷേ അപ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം, എന്തുകൊണ്ടാണ് ഈ 920 സ്ട്രാഡിൽസിന് അല്ലെങ്കിൽ ബട്ടർഫ്ലൈ സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഈ സ്ട്രാഡിൽ എന്നൊക്കെ പറയുമ്പോഴും നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? സ്ട്രാഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ബേസിക്കലി നമ്മളൊരു അറ്റ് ദ മണിയിലുള്ള ഒരു കോളിനെയും പുട്ടിനെയും സെല്ല് ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ പ്രീമിയത്തിനെ കളക്ട് ചെയ്യാനാണ് സ്ട്രാഡിലിൻ്റെ മെയിനായിട്ടുള്ള ഐഡിയ. അപ്പോൾ ആ സ്ട്രാഡിലിൽ തന്നെ നമ്മൾ പിന്നെ ഹെഡ്ജ് അഡ്വാൻറ്റേജ് കിട്ടാനായിട്ട്, അതായത് മാർജിൻ അഡ്വാൻറ്റേജ് കിട്ടാനായിട്ട് ഓരോ ബൈ ലെഗ്സിനെയും കൂടെ ആഡ് ചെയ്യും. ചിലർ 300 പോയിൻറ്റ്സിൻ്റെ അവയിൽ ആഡ് ചെയ്യും, ചിലർ ഏതെങ്കിലും പ്രീമിയത്തിൻ്റെ ബേസിലായിരിക്കും, ചിലതൊന്നുമല്ല ഔട്ട് ഓഫ് ദ മണിയിലുള്ള ബൈയിലായിരിക്കും യൂസ് ചെയ്യുക. ബട്ട് ബേസിക് ഒരു തോട്ട് പ്രോസസ്സ്, എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്, അത് മാർജിൻ അഡ്വാൻറ്റേജിന് മാത്രമാണ് ആ ബൈ ലെഗ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്ട്രാഡിൽസ് വളരെ അധികം മാർക്കറ്റിൽ വർക്കബിൾ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി വർക്കബിൾ അല്ല. റീസൺ വേറൊന്നുമല്ല, പ്രീമിയം വളരെ കുറവാണ്. പണ്ട് നമ്മുടെ ഈ കൊറോണയുടെ അല്ലെങ്കിൽ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ സമയത്ത് മാർക്കറ്റിൽ വിക്സ് കൂടുതലായിരുന്നു. വിക്സ് കൂടുതലാകാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഫാൾ ചെയ്യുമോ എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ വിക്സ് വളരെയധികം കൂടുതലായിരുന്നു, പ്രീമിയം അതുകൊണ്ട് വളരെ കൂടുതലായിരുന്നു. ഹയർ പ്രീമിയം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബട്ടർഫ്ലൈ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുമ്പോൾ യൂഷ്വലി ഇൻവെസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് 2 ലെഗ് അറ്റ് എ ടൈം ലോഗിൻ ചെയ്യും, ഗെറ്റ് ചെയ്തിട്ട് ആ ഒരു ലെഗിൻ്റെ മേ ബി ഒരു 25% അല്ലെങ്കിൽ 50% ലോസ് വരുന്ന സമയത്ത് ആ ലെഗിനെ അങ്ങ് കട്ട് ചെയ്തിട്ട് മറ്റേ ലെഗ് കീപ്പ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കട്ട് ചെയ്ത ലെഗ് പോയാലും പ്രശ്നമില്ല. അവിടെ ഒരു 50%, 70% സ്റ്റോപ്പ് ലോസിൽ ആ ലെഗ് പോയാലും കുഴപ്പമില്ല. മറ്റേ ലെഗിന് എക്സ്പയറി വരെ വിട്ടിട്ട് 30% 50% അതിൽ നിന്ന് കിട്ടുന്നതിനെ ബുക്ക് ചെയ്യും. അത് ശരിക്കും 100% ആ ലെഗിൽ നിന്ന് കിട്ടും. 70 നമ്മുടെ മറ്റേ ലെഗിൻ്റെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ ഇവിടെ 30% നമുക്ക് പ്രോഫിറ്റ് അപ്പോഴേ കിട്ടി. അതാണ് അതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. പക്ഷേ ഇത് പ്രീമിയം കൂടുതലുള്ള സമയത്തേ വർക്കബിൾ ആയിരുന്നുള്ളൂ. പ്രീമിയം ഡ്രാസ്റ്റിക്കലി റെഡ്യൂസ് ചെയ്ത സമയത്ത്, അതായത് ഇപ്പോഴത്തെ സമയത്തൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും വിക്സ് വളരെ കുറവാണ്, മാർക്കറ്റ് ഫാൾ ചെയ്യും എന്നൊരു പേടി കറൻ്റ്ലി മാർക്കറ്റിലില്ല. അതുകൊണ്ട് പ്രീമിയം വളരെ കുറവാണ്. മുന്നേ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീമിയം ഒരു എക്സ്പയറി ഡേയിൽ ഒരു നിഫ്റ്റിയിലൊക്കെ ഒരു 80, 100 ആ റേഞ്ചിലൊക്കെ കിട്ടുമായിരുന്നു ഒരു 1.5 വർഷം 2 വർഷമൊക്കെ മുന്നേ. പക്ഷേ മാർക്കറ്റിൻ്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 50 ഒക്കെ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ ഈ കാര്യമല്ല ഞാൻ നിങ്ങളോട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്കിതിൽ നിന്ന് വളരെയധികം പ്രോഫിറ്റ് എനിക്ക് എടുക്കാൻ പറ്റിയ ഒരു സ്ട്രാറ്റജിയാണ്. പക്ഷേ മാർക്കറ്റ് ബിഹേവിയർ ചേഞ്ച് ആയപ്പോൾ ഞാൻ പതിയെ ആ സ്ട്രാറ്റജിയിൽ നിന്ന് എക്സിറ്റ് ചെയ്തു. പക്ഷേ ആ സ്ട്രാറ്റജി വേറൊരു രീതിയിൽ ഒന്ന് ഫങ്ഷൻ ചെയ്തുകൂടെ എന്നൊരു തോട്ട് പ്രോസസ്സായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം എന്താണ്? അവിടെ പ്രീമിയം ഇല്ല എന്നുള്ളതാണ്. പ്രീമിയം ഇല്ല മാത്രമല്ല, ഇപ്പോൾ മാർക്കറ്റിൽ സംഭവിക്കുന്നത് IV ഫ്ലക്ച്വേഷനാണ്, ഇൻട്രൻസിക് വോളറ്റിലിറ്റിയുടെ ഫ്ലക്ച്വേഷനാണ്. അത് മാർക്കറ്റ് പ്ലേയേഴ്സ് മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഒരുപാട് ഈ ഓട്ടോമേറ്റഡ് ട്രേഡിങ്സ് ഒന്നും ഉണ്ടാവും, ഒക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രാഡിൽ ചെയ്യുന്നവരുടെ തന്നെ 2 എൻഡും പോയി 2 സ്റ്റോപ്പ് ലോസും, ഒരാൾ ഒരു ലെഗിൽ ഒരു 50% സ്റ്റോപ്പ് ലോസ് ഇട്ടുണ്ട്, മറ്റേ ലെഗിലും 50% സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ 2 ലെഗിലുള്ള സ്റ്റോപ്പ് ലോസും പോയി ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഇപ്പോൾ കൂടുതലാണ്. ആ രീതിയിലാണ് വിക്സിൻ്റെ ഫ്ലക്ച്വേഷൻ എല്ലാം സംഭവിക്കുന്നത്, IVയുടെ ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ IV എപ്പോഴും, IV എന്ന് വെച്ചാൽ ഇൻട്രൻസിക് വോളറ്റിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഓപ്ഷൻ സെല്ലേഴ്സിന് അധികം ഗുണമില്ലാത്തൊരു സാധനമാണ്. ഓപ്ഷൻ സെല്ലേഴ്സ് കയറുന്ന സമയത്ത് ഗുണമാണ്, കാരണം ഹൈ IV ആണെങ്കിൽ അത്രയും പ്രീമിയം അവിടെ കിട്ടും. പക്ഷേ IV കുറയും തോറും ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ പൊസിഷൻ കയ്യിലുണ്ടെങ്കിൽ കൊള്ളാം. പക്ഷേ IV ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്ത് കയറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്ഷൻ്റെ പ്രീമിയം പ്രൈസ് ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്യും. അപ്പോൾ അതാണ് മിക്കവാറും ഈ പറയുന്ന എക്സ്പയറി ഡേയ്സിലെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ പ്രോബ്ലം 1 IV ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു, പ്രോബ്ലം 2 പ്രീമിയം കുറവാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്. പക്ഷേ എക്സ്പയറി ഡേയിൽ എനിക്കത് ഡിഫിക്കൽട്ടാണെന്ന് തോന്നി. അതുകൊണ്ട് എന്തുകൊണ്ട് ആലോചിച്ചുകൂടാ, നമുക്ക് എക്സ്പയറിക്ക് തൊട്ട് മുന്നത്തെ ദിവസം
എക്സ്പയറി ഡേ -1 എന്ന് പറയുന്ന ദിവസം ഇത് വർക്ക് ചെയ്യില്ലയോ എന്ന് നോക്കാം. അതായത് ഈ സ്ട്രാഡിൽ സെയിം മെക്കാനിസം തന്നെ, ഈ സ്ട്രാഡിലിൻ്റെ സെയിം മെക്കാനിസം തൊട്ട് തലേ ദിവസം എക്സ്പയറി ഡേക്ക് തൊട്ട് തലേ ദിവസം വർക്കാവുമോ ഇല്ലയോ. വർക്കാവും എങ്കിൽ അതിനകത്തൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം എക്സ്പയറി ഡേ ആണെങ്കിൽ നമുക്കൊരു ഫുൾ പ്രീമിയം ക്യാപ്ചർ ചെയ്യാൻ പറ്റും. -1 ഡേയിലാണെങ്കിൽ ഫുൾ പ്രീമിയം ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ലോജിക്ക് ഇതാണ്. ബേസിക്കലി നമ്മുടെ ഈ ടൈം വാല്യൂ ഡിക്ക് ആണല്ലോ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ടൈം വാല്യൂ ഡിക്ക് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് എക്സ്പയറി ഡേയിലായിരിക്കും. അപ്പോൾ ഈ എക്സ്പയറി ഡേയിൽ ഈ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് പിന്നീട് ഏറ്റവും അധികം ടൈം വാല്യൂ ഡിക്ക് സംഭവിക്കുന്നത് എക്സ്പയറി ഡേ കഴിഞ്ഞാൽ സെക്കൻഡ് ബെസ്റ്റ് ടൈം വാല്യൂ ഡിക്ക് സംഭവിക്കുന്നത് എക്സ്പയറിക്ക് തൊട്ട് മുന്നത്തെ ദിവസമായിരിക്കും. പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കില്ല എപ്പോഴും ടൈം വാല്യൂ ഡിക്ക് സംഭവിക്കുക, അല്ലേ? 5 ദിവസമാണ് ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരാഴ്ചയിൽ ട്രേഡിംഗ് ഡേയ്സ് ഉണ്ടെങ്കിൽ പ്രപ്പോർഷനേറ്റ് ആയിട്ട് 5 ദിവസവും ഒരു ദിവസം 20%, അടുത്ത ദിവസം 20%, അടുത്ത ദിവസം 20%, അങ്ങനെയല്ല ശരിക്കും ടൈം വാല്യൂ ഡിക്ക് സംഭവിക്കുന്നത്. മോസ്റ്റ്ലി അതിൻ്റെ ഒരു 50% ടൈം വാല്യൂ ഡിക്കും സംഭവിക്കുന്നത് എക്സ്പയറി ഡേയിൽ ആയിരിക്കും. ഈ പറയുന്ന മൊത്തം ഒരാഴ്ചയുള്ള കോൺട്രാക്റ്റിൻ്റെ ഒരു 20-30% എല്ലാം സംഭവിക്കുന്നത് ഈ പറയുന്ന എക്സ്പയറി ഡേ -1 അപ്പോൾ ഈ -1 ടൈം വാല്യൂ ഡിക്ക് യൂസ് ചെയ്യുക. -1 വരുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ IV കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതുകൊണ്ട് വലിയ രീതിയിലുള്ള IV ഫ്ലക്ച്വേഷൻസ് നമ്മളെ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഐഡിയാസാണ്. പിന്നെ പ്രീമിയം അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി എൻ്റെ ഈ സ്റ്റോപ്പ് ലോസിനെ പോയി ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് -1 മേ ബി പ്രീമിയം എന്ന് പറയുന്നത് ഒരു 80 രൂപയെന്ന് വെച്ചോ. പക്ഷേ എക്സ്പയറി ഡേയിൽ പ്രീമിയം എന്ന് പറയുന്നത് ഒരു 50 രൂപയെന്ന് വെച്ചോ. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഒരു ലെഗിൽ 70% ആണെങ്കിൽ 50-ൻ്റെ 70% എന്ന് പറയുമ്പോൾ എത്ര 35 വരും. അതൊരു 85 ആയ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. മറ്റടുത്ത് 80 ആണെങ്കിൽ ഒരു 56, അതായത് 136 വന്നാലേ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അതിനുള്ള പ്രോബബിലിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. പ്രീമിയം ഉള്ളതുകൊണ്ട് തന്നെ 70% സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 50% സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നുണ്ട്. രണ്ട് എൻഡിലും പോയി ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. IVയും കമ്പാരിറ്റീവ്ലി കുറവായതുകൊണ്ട് IV വലിയ രീതിയിൽ ഫ്ലക്ച്വേറ്റും ചെയ്യാത്തത് കൊണ്ടും നമുക്ക് ആ സ്ട്രാറ്റജിക്കകത്ത് വർക്ക് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അതിനടുത്തൊന്ന് ബാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കി. ആ ബാക്ക് ടെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ്. വളരെ നമുക്ക് യൂസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നൊരു സ്ട്രാറ്റജിയാണ്. ഞാൻ ആ സ്ട്രാറ്റജിയും കൂടെ എൻ്റെ ഒരു മെക്കാനിസത്തിൽ പതിയെ ഇൻഡ്യൂസ് ചെയ്താലോ എന്നൊന്ന് ആലോചിക്കുകയാണ്. പക്ഷേ ബാക്കി എല്ലാ സ്ട്രാറ്റജീസിനെ പോലെ ഇതിനകത്തും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി മാർക്കറ്റിൻ്റെ ബിഹേവിയർ ഷിഫ്റ്റ് ചെയ്യാം. അത് ഏത് സ്ട്രാറ്റജി വേണമെങ്കിലും സംഭവിക്കാം. ബിഹേവിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ സ്ട്രാറ്റജീസിൽ പതിയെ ലോസസ് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ട്രേഡിംഗ് ഒന്ന് പോസ് ചെയ്യണം, അല്ലെങ്കിൽ ട്രേഡിംഗ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ട് നമ്മളൊന്ന് കീനായിട്ട് വാച്ച് ചെയ്യണം. എന്താണ് ഈ സ്ട്രാറ്റജിയിൽ സംഭവിക്കുന്നത്? മാർക്കറ്റ് ബിഹേവിയർ ഷിഫ്റ്റ് ചെയ്തോ, അതൊരു ടെമ്പററി ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണോ എന്നുള്ള കാര്യം നമ്മളൊന്ന് നോക്കണം. എല്ലാ സ്ട്രാറ്റജീസിലും നിങ്ങൾ നോക്കണം, പ്രത്യേകിച്ച് ഈ സ്ട്രാറ്റജിയിൽ നോക്കണം. എന്തായാലും ഞാനൊന്ന് സ്ക്രീൻ റെക്കോർഡറിൽ കാണിച്ചു തരാം. ഇത് ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താണ് എന്നുള്ളത്. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഞാൻ ആൾറെഡി ഈ സ്ട്രാറ്റജി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്ട്രാറ്റജിയിൽ ബേസിക്കലി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അറ്റ് ദ മണിയിലുള്ള 2 ലോട്ടാണ് ഞാൻ സെല് ചെയ്തേക്കുന്നത്. ഓരോ ലോട്ട് വീതം, കോളിൽ ഒരു ലോട്ട്, പുട്ടിൽ ഒരു ലോട്ട്. അറ്റ് ദ മണിയിൽ നിഫ്റ്റി ആണ് സെല് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ജസ്റ്റ് ഒരു ഹെഡ്ജ് അഡ്വാൻറ്റേജ് കിട്ടാനായിട്ട് ഞാൻ 2 ബൈ ചെയ്തിട്ടുണ്ട്. 10 റുപ്പീസിന് താഴെയുള്ള 2 ഓപ്ഷൻ, ഒരു കോളും ഒരു പുട്ടും എന്നുള്ള രീതിയിൽ ബൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബട്ടർഫ്ലൈ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രീതിയിൽ ഒരു ബട്ടർഫ്ലൈ പാറ്റേണിലായിരിക്കും ഈ സാധനം ക്രിയേറ്റ് ആവുക. നിങ്ങൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനുള്ള ഏതെങ്കിലുമൊക്കെ ടൂൾസിനകത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒരു ബട്ടർഫ്ലൈ പോലെ ആയിരിക്കും ഈ സാധനം ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എങ്ങനെയാണ് കഴിഞ്ഞ ഒരു വർഷം ഈ സ്ട്രാറ്റജി ഫങ്ഷൻ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിത് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഇവിടെ എൻട്രി ടൈം വെച്ചിരിക്കുന്നത് 9:30-ക്കാണ്. ഞാനിത് എക്സിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 3:15-നാണ്. പക്ഷെ 1-2 കാര്യങ്ങൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. 70% ആണ് ഞാനിവിടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് എൻ്റെ ഓരോ ലെഗിനും ആഡ് ചെയ്തേക്കുന്നത്. ഈ സ്റ്റോപ്പ് ലോസ് ഞാൻ ആഡ് ചെയ്ത് എങ്ങനെയാണെന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം. വേറൊന്നുമില്ല, ഇവിടെ ഈ സ്റ്റോപ്പ് ലോസ് ക്ലിക്ക് ചെയ്യാം. എത്രയാണോ സ്റ്റോപ്പ് ലോസ് വേണ്ടത് ആ സ്റ്റോപ്പ് ലോസിൻ്റെ പെർസെൻറ്റേജ് ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രീമിയം എത്രയാണോ പ്രീമിയത്തിൻ്റെ ഇത്രയും പെർസെൻറ്റേജ് ആയിരിക്കും സ്റ്റോപ്പ് ലോസ് ആഡ് ആവുക. ഫോർ എക്സാമ്പിൾ 100 ആണ് പ്രീമിയം എങ്കിൽ അതൊരു 170 എന്നുള്ള രീതിയിലായിരിക്കും ഈ പറയുന്ന പ്രീമിയം ടേക്ക് ചെയ്യാം, സ്റ്റോപ്പ് ലോസിൻ്റെ പ്രീമിയം ടേക്ക് ചെയ്യാം. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഒരു വർഷത്തെ ഡേറ്റ ഒന്ന് നോക്കുവാണ്. ഒരു വർഷം എന്ന് പറയുമ്പോൾ ഒരു ജൂലൈ
മുതലുള്ള ഒരു ഡേറ്റ ഞാൻ നോക്കുകയാണ്. ജൂലൈ 2023 മുതൽ ജൂലൈ 2024 വരെയുള്ള ഡേറ്റ. ഈ 24 വരെയുള്ള ഡേറ്റ ഞാൻ എടുത്തിട്ട് ഇൻട്രാഡേ ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഇൻട്രാഡേയിൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. യാതൊരു പൊസിഷനും ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. അപ്പം ഞാനൊന്ന് ബാക്ക് ടെസ്റ്റ് ഓപ്ഷൻ ഇവിടെ കൊടുക്കുവാണ്. ബാക്ക് ടെസ്റ്റ് കൊടുത്തു. എന്താണ് റിസൾട്ട് വരുന്നത് നോക്കാം. ഇവിടെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഈ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് എക്സ്പയറി ഡേ അല്ല, എക്സ്പയറി ഡേ -1 ആണ്. എക്സ്പയറി ഡേ -1 എന്ന് പറയുമ്പോൾ ഈ ഒരു ദിവസമാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, അപ്പൊ എന്നാലും നമുക്കൊന്ന് നോക്കി വെക്കാം ഓരോ ദിവസവും എങ്ങനെയാണ് ഈ സ്ട്രാറ്റജി വർക്ക് ചെയ്തേക്കുന്നത് എന്ന്. ഇപ്പോൾ എക്സ്പയറി ഡേ -4 സ്ട്രാറ്റജി വലിയ ഗുണമൊന്നുമില്ല. -33% ലോസ് ആണ്. എക്സ്പയറി ഡേ -3 ഇതിനകത്ത് 15% ലോസിലാണ്. -2 ഇത് 90% പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. എക്സ്പയറി ഡേ -1 59% ആണ് പ്രോഫിറ്റ് തന്നിരിക്കുന്നത്. എക്സ്പയറി ഡേയിൽ 5% ആണ് പ്രോഫിറ്റ് തന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ -1 എന്നുള്ളതാണ്. ഇപ്പം 2 യൂസ് ചെയ്യണമെന്നുള്ളവർക്ക് അത് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മാർക്കറ്റ് ബിഹേവിയർ കീനായിട്ട് വാച്ച് ചെയ്തേക്കണം. 2 എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ടൈം വാല്യൂന്റെ ഡിക്ക് കുറച്ചും കൂടെ സ്ലോ ആയിരിക്കും. മേ ബി അവിടെ മാർക്കറ്റ് ഒരു ഡയറക്ഷനിൽ ഫാസ്റ്റ് ആയിട്ട് ഈ എക്സ്പയറി ഡേ -2 എന്ന് പറയുമ്പോൾ നിഫ്റ്റിയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ അതൊരു ട്യൂസ്ഡേ ആയിരിക്കും. ഈ ട്യൂസ്ഡേയിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇവിടെ കൂടുതലായിട്ട് നമുക്ക് ഒരു വൺ ഡയറക്ഷനിലായിട്ടുള്ള മാർക്കറ്റ് കൂടുതലായിട്ടൊരു മൂവ്മെന്റ് സംഭവിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു സാധനം കിട്ടിയത്. പക്ഷെ ഇവിടെ ടൈം വാല്യൂ ഡിക്ക് ഉണ്ടാവുന്നില്ലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ടൈം വാല്യൂ ഡിക്കെയും വൺ ഡയറക്ഷൻ ആയിട്ടുള്ള മൂവ്മെന്റും എക്സ്പയറി ഡേ -1 സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 59%. എന്തായാലും ഞാൻ എയിം ചെയ്യുന്നത് ഈ പറയുന്ന -1 എന്ന് പറയുന്ന ഒരു ദിവസമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി മാത്രമല്ല, മറ്റ് പല സ്ക്രിപ്റ്റുകളും മറ്റു പല ഇൻഡെക്സുകളും ഞാൻ നോക്കിയപ്പോഴും -1 വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ -1 എന്നുള്ളത് ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം എന്നാലും അതൊരു 59% പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് അല്ല, വളരെ നല്ലൊരു പ്രോഫിറ്റ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ 1 ഇയർ കൊണ്ട് എക്സ്പയറി ഡേ -1 വെച്ച് നമ്മൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ അത് 62% ദിവസങ്ങളിലും വിന്നിങ് ആണ്. അതായത് മൊത്തം 53 ദിവസം ട്രേഡ് ചെയ്തതിൽ 33 ദിവസവും ഇത് പ്രോഫിറ്റബിൾ ആണ്. 20 ഡേയ്സിൽ മാത്രമേ ലോസ് വന്നിട്ടുള്ളൂ. അതിന്റെ ആവറേജ് പ്രോഫിറ്റും ഡീറ്റെയിൽസും എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആവറേജ് പ്രോഫിറ്റ് എത്ര, ആവറേജ് ലോസ് എത്ര, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് മന്ത്ലി ആയിട്ട് എങ്ങനെയാണ് അതിനകത്ത് പ്രോഫിറ്റ് ലോസ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ചില മാസങ്ങളിൽ ലോസ് വന്നിട്ടുണ്ട്, ചില മാസങ്ങളിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്, ചില ഡിസംബറിലെല്ലാം നല്ല രീതിയിൽ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു മിക്സഡ് റിസൾട്ട് ആണ്. അപ്പോൾ ഇത് നമുക്ക് പല സ്ട്രാറ്റജീസുമായിട്ട് ചേർത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി ആണ്. ഇത് ഒരു അൾട്ടിമേറ്റ് സ്ട്രാറ്റജി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിനകത്ത് പോസിബിലിറ്റീസ് കൂടുതലുണ്ട്. നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാനുള്ള പോസിബിലിറ്റീസ് കൂടുതലുണ്ട്. നമ്മുടെ ഈ സ്ട്രാറ്റജിക്കകത്ത് യൂഷ്വലി ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പയറി ഡേയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 70% സ്റ്റോപ്പ് ലോസ് 70% സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ വെച്ചേക്കുന്നത്. ഈ രണ്ട് സ്റ്റോപ്പ് ലോസും ഒരുമിച്ച് പോയി ഹിറ്റ് ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്കൊരു അറൌണ്ട് 140% ലോസ് വന്നു. നമ്മൾ 100% കിട്ടുവാണെങ്കിലും എക്സ്പയറി ഡേയിലാണെങ്കിൽ 140% ലോസ് വന്നു. അപ്പൊ അതിനുള്ള പോസിബിലിറ്റി എന്തോരം ഉണ്ടെന്നാണ് നമുക്ക് ഇവിടെ നോക്കാവുന്നത്. 53 ഡേയ്സിൽ ട്രേഡ് ചെയ്തപ്പോൾ, അതായത് ഓരോ വീക്സിലെയും തേഴ്സ്ഡേയിൽ ഓരോ ദിവസം വെച്ച് ട്രേഡ് ചെയ്തപ്പോൾ, അങ്ങനെ 53 വീക്സ് ഇത് ട്രേഡ് ചെയ്തപ്പോൾ, ഒരാഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിൽ ട്രേഡ് ചെയ്തപ്പോൾ ഇവിടെ രണ്ടും ഹിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ റെഡ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത ദിവസങ്ങളാണ്. ഈ വൈറ്റ് കാണിക്കുന്നത് ആക്ച്വലി ഇത് എക്സ്പയറി ഡേയിൽ വന്നു, എക്സ്പയറി ആയി. അങ്ങനെ എക്സ്പയറി ആയതുകൊണ്ട് നമുക്ക് കിട്ടിയൊരു പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്ന സ്ഥലങ്ങളാണ് ഈ വൈറ്റ് എന്നുള്ള രീതിയിൽ വരിക. ലോസ് വന്നിരിക്കുന്ന ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ റെഡ് എന്നുള്ള രീതിയിൽ വരിക. ഇവിടെ ഈ രണ്ട് ലെഗും ഹിറ്റ് ആയിട്ടുണ്ട്. സെല്ലിന്റെ രണ്ട് ലെഗ് ഉണ്ടല്ലോ, സെല്ലിന്റെ രണ്ട് ലെഗും ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട് ഒരു ദിവസം. പിന്നെ വേറെ ഏതെല്ലാം ദിവസങ്ങളിൽ രണ്ട് ലെഗും ഒരുമിച്ച് ഹിറ്റ് ആയിട്ടുണ്ടെന്ന് നമുക്കിവിടെ നോക്കാം. രണ്ട് ലെഗും ഒരുമിച്ച് ഹിറ്റ് അയക്കുന്ന ദിവസം പിന്നീട് നിഫ്റ്റിയിൽ വേറൊരു ദിവസവും തന്നെ ഇല്ല. എന്ന് വെച്ചാൽ ഒരേ ഒരു ദിവസം മാത്രമാണ് രണ്ട് ലെഗും ഒരുമിച്ച് ഹിറ്റ് അയക്കുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും ഏതർ ഒൺ ലെഗ് മാത്രമേ ഹിറ്റ് ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഒരു ലെഗും തന്നെ ഹിറ്റ് ആയിട്ടില്ല. ആ രീതിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്കവിടെ ഇത്രയും പ്രോഫിറ്റും വരാനായിട്ട് 59%ഓളം പ്രോഫിറ്റും വരാൻ ഉള്ളൊരു പോസിബിലിറ്റി അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ബേസിക്കലി എനിക്ക് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ പ്രോഫിറ്റിലൊന്ന് ഓടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. ഇപ്പോൾ ഫസ്റ്റ് ഡേ, അതായത് ജൂലൈ 3-ാം തീയതി, ഇതിൽ നിന്ന് നമുക്കൊരു 1300 രൂപ പ്രോഫിറ്റ് കിട്ടി. 1300 രൂപ ഇവിടെ ലോസ് ആയി. പിന്നെ ഈ ബൈലെഗുകളിൽ നിന്ന് ബേസിക്കലി ലോസ് ആയിരിക്കും വരിക.
ബൈ ലെഗുകൾ നോക്കുകയാണെങ്കിൽ 151 രൂപ ലോസ്, 2 രൂപ ലോസ്, ഒരു 200 രൂപയുടെ ലോസ് അടുപ്പിച്ച് അതിനകത്ത് വരും. അപ്പോൾ ഇവിടെ നെറ്റ് എഫക്റ്റ് ആയിട്ട് നമുക്കിവിടെ ലോസ് ആണ്. എന്നാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു 400 രൂപ നമുക്ക് പ്രോഫിറ്റ് ഇവിടെ ഉണ്ട്. ബൈ ലെഗിൽ നിന്നും അവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ട്. താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ടും ഹിറ്റ് ചെയ്ത ദിവസങ്ങളിൽ നല്ല രീതിയിൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ദിവസം നോക്കുകയാണെങ്കിൽ ഇവിടെ ലോസ് ഭയങ്കരമായിട്ട് നമുക്കുണ്ട്, പ്രോഫിറ്റ് അത്രയും ഇല്ല, പ്രോഫിറ്റ് വളരെ കുറച്ച് പ്രോഫിറ്റേ ഉള്ളൂ. ഇതിന്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മാർക്കറ്റിന്റെ ചാർട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. മാർക്കറ്റ് ഒരു വൺ ഡയറക്ഷനിൽ ഫോൾ തന്നെ ആയിരുന്നു. ഫോൾ ആയിട്ട് മാർക്കറ്റ് ഒന്ന് കയറി, സ്പോട്ട് പ്രൈസിലെ മാർക്കറ്റ് ഉണ്ട്, സ്പോട്ട് പ്രൈസ് ഒരു ഏകദേശം ഒന്ന് കയറി, പിന്നെ ഒരു ഒരു ന്യൂട്രൽ സ്റ്റേജിൽ പോയി, പിന്നെ പെട്ടെന്ന് ഒന്ന് താഴോട്ട് വന്നു. മേ ബി അങ്ങനെ ഒരു മൂവ്മെന്റ് അവിടെ വന്നതുകൊണ്ടായിരിക്കാം അവിടെ ഇങ്ങനെ അധികം പ്രീമിയം ഡി കെ പുട്ടിൽ ഉണ്ടാവാത്തത്. പ്രീമിയം ഡി കെ വലുതായിട്ട് പുട്ടിലുണ്ടായില്ല. മാത്രമല്ല ഇവിടുത്തെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും 94ഉം 101ഉം ഓക്കെ, വലിയ പ്രശ്നമില്ലാത്ത പ്രൈസാണ്. പക്ഷെ പുട്ടിന്റെ പ്രീമിയം വലുതായിട്ട് ഡി കെ ആയിട്ടില്ല. കോളിന്റെ പ്രീമിയം ആണ് ശരിക്കും പറഞ്ഞ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയത്. മേ ബി ഒരു ഐ വി, എവിടെ ഒരു ഐ വി ഷൂട്ട് ഉണ്ടായി, ഐ വി ഷൂട്ട് ഉണ്ടായതിനു ശേഷം അവിടെ പോയി ഹിറ്റായിട്ട് തിരിച്ചു വന്നു. അങ്ങനെ വരാം, അതും സംഭവിക്കാം ഇതിനകത്ത്. പക്ഷെ ഈ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2000 രൂപയുടെ പ്രോഫിറ്റ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു 1000 രൂപയുടെ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നോക്കുകയാണെങ്കിൽ ഒരു 600 റുപ്പീസ് അടുപ്പിച്ച് പ്രോഫിറ്റിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ഇവിടെ 900 രൂപ ലോസ് ആണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു 400 രൂപ ലോസിലാണ്. ഇവിടെ 1600 രൂപ അടുപ്പിച്ച് ലോസിലാണ്. ഇവിടെ 1500 പ്രോഫിറ്റിലാണ്. ഇവിടെ രണ്ട് ഹിറ്റായിട്ടില്ല, 1600 പ്രോഫിറ്റിലാണ്. ഇവിടെ 1800 രൂപ പ്രോഫിറ്റാണ്. ഇങ്ങനെ മിക്സഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. 400 അങ്ങനെ ഒരു മിക്സഡ് ആയിട്ടുള്ള റിസൾട്ടാണ്. നമുക്കിത് ഒരു പക്കാ സ്ട്രാറ്റജിയാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ മാർക്കറ്റിന്റെ ബിഹേവിയർ വെച്ച് നമുക്ക് ഈ ഒരു നിഫ്റ്റി മാത്രമല്ല മറ്റ് പല ഇൻഡെക്സുകളെയും കൂടെ കമ്പൈൻ ചെയ്ത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു സാധനമാണ്. ഒരു ചെറിയ ലോട്ടുകളായിട്ട് തുടങ്ങി പതിയെ സ്കെയിലപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അധികം എഫേർട്ട് ആവശ്യമില്ലാത്തൊരു സ്ട്രാറ്റജിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലെഗിൽ സ്റ്റോപ്പ് ലോസ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ലെഗ് കംപ്ലീറ്റ്ലി മറക്കുവാണ്. നമ്മൾ ശരിക്ക് അതിനെ അങ്ങ് ഫ്രീ ആയിട്ട് വിടുവാണ്. പക്ഷെ ഇതിലൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് എക്സ്പയറി ഡേ വരെ ഹോൾഡ് ചെയ്തില്ല. എക്സ്പയറി ഡേ -1 നമ്മൾ ചെയ്യുന്നത്. ചെയ്തിട്ട് ആ എക്സ്പയറി ഡേ -1 തന്നെ നമ്മളിത് കട്ട് ആണ് ചെയ്യേണ്ടത്. അതൊരു ഇൻട്രാഡേ പൊസിഷനായിട്ട് മാത്രം ഹോൾഡ് ചെയ്യുക, അല്ലാതെ ഇതിനൊരു ഓവർനൈറ്റ് പൊസിഷനായിട്ട് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാതിരിക്കുക. കാരണം ഓവർനൈറ്റ് പൊസിഷൻ ആവുകയാണെങ്കിൽ അത് ഒത്തിരി റിസ്ക് ഉണ്ട്. മേ ബി നിങ്ങൾക്ക് ഒത്തിരി പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടും, അതുപോലെ തന്നെ ലോസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ അതിനകത്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഇൻട്രാഡേ പൊസിഷനായിട്ട് കൊണ്ടുപോകുന്നത് തന്നെ ആയിരിക്കും നല്ലത്. അപ്പൊ ഇതൊന്നും എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എനിക്കിവിടെ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടു ഇത്ര 53 ദിവസം ട്രേഡ് നടന്ന സമയങ്ങളിൽ നമ്മുടെ 2 സ്റ്റോപ്പ് ലോസും പോയി ഹിറ്റ് ചെയ്തേക്കുന്നത് ഒരേ ഒരു ദിവസം മാത്രമാണ്. അപ്പൊ അത് കാണിക്കുന്നത് അതിനനുസരിച്ചുള്ള ഐ വി ഫ്ലക്ച്വേഷൻ ഇല്ല. നമുക്ക് ആ രീതിയിലുള്ള ഹിറ്റ് ഉണ്ടാവാനുള്ള ചാൻസസ് കമ്പാരിറ്റീവ്ലി കുറവാണ് എന്നുള്ളതാണ്. അത് ഈ ഒരു പ്രശ്നമായിരുന്നു നമുക്ക് എക്സ്പയറി ഡേ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ ടൈമിലും ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ. പക്ഷെ ആ ഇഷ്യൂ ഇവിടെ ഇല്ല. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് ഇവിടെ നോക്കണമെന്നുണ്ടായിരുന്നു. ആ കാര്യം ഇതിനകത്ത് ഡേറ്റ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. ഡേറ്റ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഐ വി എത്രയാണ്, ഇന്ത്യ വിക്സ് എത്രയാണ് എന്നുള്ളതാണ്. ഇന്ത്യ വിക്സ് ഉണ്ട്, ഐ വി ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. ഐ വി ഞാൻ അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഐ വി കാണിക്കുന്നത് കമ്പാരിറ്റീവ്ലി ലെസ്സർ ഐ വി ആണ്. എക്സ്പയറി ഡേ -1 ഐ വി കാണിക്കുന്നത്. അതാണ് ഒരു റീസൺ ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. ഞാനിപ്പോ ഒരു സിമുലേറ്റർ ഇവിടെ എടുക്കുകയാണ് എന്ന് വിചാരിക്കാം. ജസ്റ്റ് ഞാൻ ഒരു സിമുലേറ്റർ എടുത്തു. എന്നിട്ട് നിഫ്റ്റി ഞാനിപ്പോ ഒരു തേഴ്സ്ഡേ 4 4 ഞാനൊരു 9:30, ഈ 9:30 ഇത് എക്സ്പയറി ഡേ ആണ്. ഈ എക്സ്പയറി ഡേയിൽ ഇതിന്റെ ഐ വി എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഐ വി ഇവിടെ എവിടെയോ ആണ് ഐ വി ഉള്ളത്. ഐ വി ദാണ്ട് ഇവിടെ ഉണ്ട്. ഐ വി 20 ആണ് ഇതിന്റെ ഐ വി. എന്നാൽ ഇത് എക്സ്പയറി ഡേ -1, അതായത് വെനസ്ഡേയിൽ നോക്കിയാൽ ഇതിന്റെ ഐ വി 60 ഉള്ളൂ, 4 പോയിന്റ് കുറവാണ്. യൂഷ്വലി ചില ദിവസങ്ങൾ ഐ വി ഇതായിരിക്കില്ല, ഇതിനേക്കാളും കൂടുതലായിരിക്കും എക്സ്പയറി ഡേയിൽ. അന്ന് 20 എന്ന് പറയുന്ന വളരെ കുറഞ്ഞൊരു ഐ വി ആണ്. ഞാൻ വേറൊരു ദിവസം കൂടെ കാണിച്ചു തരാം. എന്നാലും ഐ വി ഇവിടെ കുറവായിരുന്നു, 4 പോയിന്റേ ഉള്ളൂ. ഈ തേഴ്സ്ഡേയിൽ നോക്കിയാൽ കണ്ടോ ഐ വി 27 ഐ വി ഉണ്ട്. എന്നാൽ വെനസ്ഡേയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ 27 ഇല്ല, 17 ഐ വി ഉള്ളൂ. 10 ഐ വിയുടെ ഡിഫറൻസ് ഉണ്ട്, കുറവുണ്ട്. ഈ ഐ വി കുറയും തോറും നമുക്ക് ഐ വിയുടെ ഫ്ലക്ച്വേഷൻ കാരണം, ഐ വി എക്സ്പ്ലോഷൻ കാരണം നമ്മുടെ ഓപ്ഷന്റെ പ്രൈസിങ് കൂടാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഓപ്ഷന്റെ പ്രൈസിങ്ങിനകത്ത് ബേസിക്കലി വരുന്ന 1-2 ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ടൈം വാല്യൂ,
പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു അണ്ടർലൈങ് അസറ്റിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ് എന്നുള്ളത്, പിന്നെ ഈ ഐ വി വോളറ്റിലിറ്റി എങ്ങനെയാണ് എന്നുള്ളത്. ബേസിക്കലി ഓപ്ഷൻ സെല്ലേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് ടൈം വാല്യൂ ഹെൽപ്പ് ചെയ്യും, പിന്നെ അയാൾ എടുത്തേക്കുന്ന ഡിസിഷന്റെ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഡയറക്ഷൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഈ വോളറ്റിലിറ്റി റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഹെൽപ്പ് ചെയ്യും. ഇതിന് ഓപ്പോസിറ്റ് ഉള്ളതെല്ലാം ഓപ്ഷൻ സെല്ലേഴ്സിനെ ഹെൽപ്പ് ചെയ്യല്ല, ഓപ്ഷൻ സെല്ലേഴ്സിന്റെ ആ ഒരു എഡ്ജിന് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക. അപ്പൊ ഈ ഐ വി എക്സ്പയറി ഡേയിൽ വളരെ അധികം എക്സ്പൊണൻഷ്യൽ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ട്. അപ്പൊ അതിനെ ഒന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്ന ഈ മെക്കാനിസം. ഇതിനകത്ത് നമുക്ക് പ്രോഫിറ്റ് തന്നെ വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഒരു 59% ഒരു പ്രോഫിറ്റ്, റുപ്പീസിന്റെ 59% ഒരു പ്രോഫിറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. ഇവിടെ ഈ കാണിച്ചു തന്ന റിസൾട്ടിൽ ഒക്കെ വളരെയധികം നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു പോസിബിലിറ്റി തരുന്ന ഒരു മെക്കാനിസമാണ്. ഐഡിയ വളരെ സിമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഞാൻ ഇനി അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പാവും. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഇത് നിങ്ങൾ പല രീതിയിലൊന്ന് നിങ്ങളുടേതായ ഒരു രീതിയിലൊന്ന് നിങ്ങളുടെ സ്ട്രാറ്റജിക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യാനൊന്ന് ശ്രമിച്ചു നോക്കൂ. ഒന്ന് ബാക്ക് ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കൂ. പതിയെ പതിയെ സ്കെയിൽ അപ്പ് ചെയ്ത് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നോക്കി നോക്കൂ. പക്ഷെ ഡെഫിനറ്റ്ലി മാർക്കറ്റിന്റെ ബിഹേവിയർ ഷിഫ്റ്റ് ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ നോക്കണം. അപ്പോൾ ഇനി ഞാൻ വലിച്ചു നീട്ടുന്നില്ല, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ടാറ്റ, ബൈ ബൈ. നല്ലൊരു വീഡിയോയുമായി ഉടനെ കാണാം.